കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനി ചൈതന്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലുള്ള കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനി പാണത്തൂരിലെ ചൈതന്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി ആശുപത്രിയിലേക്ക് എത്തിയത്. പ്രകടനമായി എത്തിയ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം മുദ്രാവാക്യം വിളികളുമായി ആശുപത്രി ഗേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസുമായി ഉണ്ടായ ഉന്തുംതള്ളും കൂട്ടത്തല്ലിൽ കലാശിച്ചു. അഞ്ച് SFI പ്രവർത്തകർക്കും 3 പോലീസുകാർക്കും പരിക്കേറ്റു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അദ്നാൻ, ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി അഭിചന്ദ്, കാസർഗോഡ് ഏരിയ പ്രസിഡന്റ് അനുരാഗ്, തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് കാർത്തിക്, എളേരി ഏരിയ സെക്രട്ടറി അജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ തലക്കടിയേറ്റ അഭിചന്ദിന്റെയും അനുരാഗിന്റെയും സ്ഥിതി ഗുരുതരമാണ്. ഇവരെ കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നീലേശ്വരം സ്റ്റേഷനിലെ KP അജിത്ത്, AR ക്യാമ്പ് അംഗം വിനീഷ്, ചീമേനി സ്റ്റേഷനിലെ VK സുരേഷ് എന്നിവർക്കും പരിക്കേറ്റു. ഹോസ്റ്റൽ വാർഡനിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റമാണ് ആത്മഹത്യാശ്രമത്തിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ചായിരുന്നു SFI സമരം. വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനായി രാവിലെ ഇന്റേണൽ പരീക്ഷ കോളേജ് നടത്തിയെന്ന് നേതാക്കൾ ആരോപിച്ചു. വാർഡനെ പുറത്താക്കണമെന്നും നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നും കഴിഞ്ഞ ദിവസം സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകരുതെന്നും SFI ആവശ്യപ്പെട്ടു. ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ശ്രമിച്ചു. ആ വിഷയത്തെക്കുറിച്ച് നാം പരിശോധിച്ച ഘട്ടത്തിൽ കേവലം ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാനിടയായി ഒരു വാർഡന്റെ ഇടപെടൽ മാത്രമല്ല, ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ആ ഫോൺ കോളുകൾ പോലും ചോരുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. എന്തിനേറെ പറയുന്നു, ഒരു കുട്ടി പഠനഭാരമേറിക്കൊണ്ട് ഇവരുടെ ജയിലിൽ അടച്ചത് മാതിരി പഠിക്കേണ്ട സാഹചര്യത്തിലേക്ക് മൻസൂർ കോളേജ് മാറി എന്നുള്ളത് നാം തിരിച്ചറിയണം. അത്തരത്തിൽ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് സൗഹൃദപരമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ മൻസൂർ കോളേജിനകത്തെ അധ്യാപകർക്കും മാനേജ്മെന്റിനും ഇവിടുത്തെ വാർഡനും ഉൾപ്പെടെ സാധിക്കുന്നില്ല. കേവലമായി ഒരു വിദ്യാർത്ഥി സമൂഹം എങ്ങനെയാണ് ഒരു ക്യാമ്പസിനകത്ത് ഇടപെടേണ്ടത്, അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ ഒരു ജയിലറ പോലെ ഈ ക്യാമ്പസിനെ മാറ്റിത്തുറക്കുകയാണ്. ഇതൊരു നഴ്സിംഗ് കോളേജാണ്. ആ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ പാലിക്കാതെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ വാർഡൻ ഉൾപ്പെടെ പോവുകയാണ്. ഉച്ചയ്ക്ക് 2:30യോടെയാണ് യൂത്ത് കോൺഗ്രസും KSUവും പ്രതിഷേധവുമായി ആശുപത്രിയിലേക്ക് എത്തിയത്. ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോമോൻ ജോസിന്റെ തലയ്ക്ക് പോലീസിന്റെ അടിയേൽക്കുകയും ചെയ്തു. ഒരു ചെറുവിരൽ അനക്കാൻ മടിക്കുന്ന പോലീസ് ഈ രീതിയിലാണ് ക്രൂരമായി പെരുമാറുന്നത്. ഒരു രീതിയിൽ ഈ മാനേജ്മെന്റിനെ ഇവിടുത്തെ വാർഡിനെ സംരക്ഷണ സമീപനമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചത് ആശുപത്രി മാനേജ്മെന്റിന് വേണ്ടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. പോലീസ് നടപടിക്കെതിരെയും ആശുപത്രി മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വിദ്യാർത്ഥികളുമായിട്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ മീറ്റിംഗിനകത്തേക്ക് ഒരു വിദ്യാർത്ഥി സംഘടനകളെ അടുപ്പിക്കുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളെ ഉൾപ്പെടുത്താതെ ഇവിടുത്തെ 4-5 വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാനേജ്മെന്റ് ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ള വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള നിരന്തരം നടക്കുന്ന വിദ്യാർത്ഥി പീഡനങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഒരു വിദ്യാർത്ഥി സംഘടനകളെയും ആ മീറ്റിംഗിനകത്തേക്ക് കടത്തില്ല എന്ന് പോലീസുകാർ ശാഠ്യം പിടിക്കുന്നത്. സമാധാനപരമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തിയത്. ആ വിദ്യാർത്ഥിനിയുടെ അവസ്ഥ, നിലവിലെ ആരോഗ്യനില എങ്ങനെയാണെന്ന് പോലും ഇവിടുത്തെ അധികാരികളോ അതുപോലെ തന്നെ മാനേജ്മെന്റോ വെളിപ്പെടുത്തുന്നില്ല. വിദ്യാർത്ഥിനിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒരാളുമായി മാനേജ്മെന്റുമായി സംസാരിക്കാനോ അല്ല പിന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളുമായി സഹപാഠികളുമായി സംസാരിക്കാനോ ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ അധികാരികളോ സമ്മതിക്കുന്നില്ല. ലാത്തിച്ചാർജിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജോമോൻ ജോസിനെ കൂടാതെ ജില്ലാ ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ്, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ, മണ്ഡലം പ്രസിഡന്റ് HR വിനീത്, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് അനൂപ് ഓർച്ച, കാസർഗോഡ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഷാഹിദ് പുലിക്കുന്ന് എന്നിവരെ കാഞ്ഞങ്ങാട് ദീപ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർന്നാണ് ABVP നേതൃത്വത്തിലും ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഓടിയെത്തിയ പ്രവർത്തകർ ആശുപത്രി കോമ്പൗണ്ടിൽ കയറി പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ലാത്തി വീശുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. DYSP ബാബു പെരിങ്ങേത്ത്, CI അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 60 പോലീസുകാരാണ് സ്ഥലത്തുള്ളത്. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് പെൺകുട്ടി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാവിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴും പിന്നീട് തിരികെ ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോഴും വാർഡൻ വിദ്യാർത്ഥിനിയോട് മോശമായി സംസാരിച്ചെന്നാണ് സഹപാഠികൾ പറയുന്നത്. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് പെൺകുട്ടിയെ ICUവിൽ പ്രവേശിപ്പിച്ചപ്പോൾ വാർഡൻ എത്തിയില്ലെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം വേണമെന്നാണ് കോളേജ് അധികൃതരുടെ പ്രതികരണം. കുറ്റം ചെയ്തവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും അന്വേഷണത്തിൽ പോലീസുമായി സഹകരിക്കുമെന്നും കോളേജ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.